കടുത്ത വേനലിൽ വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുകയാണ്. വേനൽക്കാലത്ത് കുറഞ്ഞത് 2 മാസത്തേക്കെങ്കിലും വൈദ്യുതി ഉപഭോഗം കൂടുന്നത് വർഷങ്ങളായി അനുഭവമുള്ളത്. പ്രത്യേകിച്ചും ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ വേനൽക്കാല വൈദ്യുതി ഉപയോഗത്തിൽ ഓരോ വർഷവും 3 മുതൽ 4% വരെ വർദ്ധിക്കുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും AC-യുടെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും എണ്ണം ഓരോ വീട്ടിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനി കുറയാനും പോകുന്നില്ല. അടുത്തിടെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ വലിയ വർധനവാണ് ഉണ്ടായത്. അതൊരു 41 to 42% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു മേജർ ഷെയർ വന്നിരിക്കുന്നത് 13 to 14% EV വെഹിക്കിൾസിലാണ്, എസ്പെഷ്യലി ഇൻ ദ 2-വീലർ സെക്ടർ. സോ അത് നമ്മുടെ ഷോറൂംസിൽ നമുക്ക് കാണാനുണ്ട്. വളരെയധികം ആൾക്കാർ കസ്റ്റമേഴ്സ് EV സ്കൂട്ടേഴ്സ് അന്വേഷിച്ച് വരുന്നുണ്ട്. അത് എല്ലാ ഡീലർഷിപ്സിലും പൊതുവെ EV സ്കൂട്ടേഴ്സിനുള്ള ഒരു ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2026 ഫെബ്രുവരി വരെ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് സ്റ്റൗകൾ ഏകദേശം 12 ലക്ഷം വരെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പുതുതായി 12 ലക്ഷം ഇൻഡക്ഷൻ സ്റ്റൗകളാണ് കേരളത്തിൽ വിറ്റഴിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഇയർ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു ഗ്രോത്ത് ആണ് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വന്നിരിക്കുന്നത്. കാരണം ലാസ്റ്റ് ഇയർ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഇഷ്യൂ കൂടെ വന്നപ്പോൾ നമുക്ക് ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്നായെങ്കിലും മൈജിയുടെ സൈഡിൽ നിന്നായിക്കോട്ടെ നല്ലൊരു ഗ്രോത്ത് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് പാചകവാതകത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഘാതവും നമ്മെ ബാധിച്ചുവെന്ന് മനസ്സിലാക്കാം. 5700 മെഗാവാട്ട് പ്രതീക്ഷിച്ചിരുന്ന ഉപയോഗം ഒറ്റയടിക്ക് 6200 മെഗാവാട്ടിന് മുകളിൽ പോയി. 6000 മെഗാവാട്ട് വരെ ഉയർന്നാലും തരണം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസമായിരുന്നു KSEBക്ക്. പക്ഷേ ഇത് പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പോയി. വേനൽ മഴ സജീവമായത് പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.